ഇവിടെ ആകാശത്ത് വെളുത്ത പഞ്ഞിക്കെട്ടുള്ള മേഘങ്ങളുണ്ട്. ഈ മേഘങ്ങൾ ഓരോരുത്തരും മാന്ത്രിക വിദ്യയിലൂടെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നവരാണ്. പൂച്ചക്കുട്ടികൾ, നായ്ക്കുട്ടികൾ, കൊച്ചു കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ ലോകത്തിലെ സകല ജീവജാലങ്ങളെയും അവർ നിർമ്മിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അവരവരുടെ വീടുകൾ എത്തിച്ചു കൊടുക്കുന്നത് കൊക്കുകളാണ്. എല്ലാ മേഘങ്ങളും ഭംഗിയുള്ള കുഞ്ഞുങ്ങളെ നിർമ്മിക്കുമ്പോൾ ഗസ് എന്ന് പേരുള്ള ഒരു ചാരനിറത്തിലുള്ള മേഘം മാത്രം കുറച്ച് വ്യത്യസ്തനായിരുന്നു. അവൻ ഉണ്ടാക്കുന്നത് അപകടകാരികളായ കുഞ്ഞുങ്ങളെയാണ്. ചീങ്കണ്ണി, മുള്ളൻപന്നി, കാട്ടുപോത്ത് എന്നിവയൊക്കെയായിരുന്നു ഗസിന്റെ സൃഷ്ടികൾ. ഗസിന്റെ കൂടെ ജോലി ചെയ്യുന്നത് പെക്ക് എന്ന പാവം കൊക്കാണ്. മറ്റു കൊക്കുകൾ പതുപതുത്ത പൂച്ചക്കുട്ടികളെയും കൊണ്ട് സുഖമായി പോകുമ്പോൾ പെക്കിന് കിട്ടുന്നത് കടിക്കുന്ന ചീങ്കണ്ണികളെയും കുത്തുന്ന മുള്ളൻ പന്നികളെയുമാണ്. ഓരോ തവണയും പെക്കിന് നല്ലതുപോലെ പരിക്കേൽക്കുന്നുണ്ടായിരുന്നു. ഗസിന് അത് കാണുമ്പോൾ സങ്കടമാകുന്നു. ഒരു ദിവസം അടുത്തുള്ള മേഘം ഒരു സുന്ദരമായ കുഞ്ഞിനെ നിർമ്മിക്കുന്നത് കണ്ടപ്പോൾ പെക്ക് തന്റെ ജോലി എത്ര കഷ്ടമാണെന്ന് ചിന്തിക്കുകയാണ്. പെക്ക് പെട്ടെന്ന് അവിടെ നിന്നും പറന്നു പോകുന്നു. തന്റെ കൂട്ടുകാരൻ തന്നെ ഉപേക്ഷിച്ചു പോയെന്ന് കരുതി ഗസ് ആകാശത്തിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അവന്റെ സങ്കടം ഇടിമിന്നലായും മഴയായും പെയ്യുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പെക്ക് തിരിച്ചു വരികയാണ്. അവൻ പോയത് ഗസിനെ ഉപേക്ഷിക്കാനായിരുന്നില്ല, മറിച്ച് ഗസ് നിർമ്മിക്കുന്ന അപകടകാരികളായ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഹെൽമറ്റും സുരക്ഷാ കവചങ്ങളും എടുക്കാൻ പോയതായിരുന്നു. തന്റെ കൂട്ടുകാരൻ തിരിച്ചു വന്നത് കണ്ടപ്പോൾ ഗസിന്റെ സങ്കടം മാറുകയാണ്. അവൻ സന്തോഷത്തോടെ ഒരു വലിയ മത്സ്യത്തെ കൂടി നിർമ്മിച്ചു. പെക്ക് തന്റെ പുതിയ ഹെൽമറ്റും വെച്ച് ആ സ്രാവിനെയും കൊണ്ട് സന്തോഷത്തോടെ യാത്ര തിരിച്ചു.